സംസ്ഥാനത്ത് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാകുന്നു. സിപിഎം ബ്രാഹ്മണ ജാതീയതയുടെ പിടിയിലെന്ന് അബ്ദുൾ റസാഖ് മുല്ല. വെൽഫെയർ പാർട്ടി പ്രചാരണം തുടങ്ങി. വാർത്തകളും വിശേഷങ്ങളുമായി പോളിംഗ് ബൂത്ത് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങുന്നു. സിപിഐ സിപിഎം സംസ്ഥാന നേതൃയോഗങ്ങൾ നാളെ തിരുവനന്തപുരത്ത്. സിപിഎം 16 സീറ്റുകളിലും സിപിഐ 4 സീറ്റുകളിലും മത്സരിക്കും. യുഡിഎഫിൽ കേരള കോൺഗ്രസ് എമ്മുമായുള്ള സീറ്റ് വിഭജന ചർച്ച നാളെ നടക്കും. ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സവർണ ജാതീയതയുടെ കൂടാരമെന്ന് അബ്ദുൾ റസാഖ് മുല്ല. സംഘടനയിൽ ഉൾപാർട്ടി ജനാധിപത്യമില്ല. കീഴ്ഘടകങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പാർട്ടി സെക്രട്ടേറിയറ്റിനെ നിയന്ത്രിക്കുന്ന സവർണ ലോബിയുടെ നിലപാടുകളെന്നും മുല്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു മുൻപേ കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി. കോൺഗ്രസ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് കെപിസിസി പ്രസിഡന്റ് വി എം സുധീരൻ. താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കി സിപിഎം. സംസ്ഥാനത്ത് 3 മണ്ഡലങ്ങളിൽ വെൽഫെയർ പാർട്ടി പ്രചാരണം തുടങ്ങി. മറ്റു മണ്ഡലങ്ങളിൽ ജനകീയ സമര സംഘടനകളുമായി ചേർന്ന് മത്സരിക്കും. എസ്ഡിപിഐ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. എൽഡിഎഫ് ലോക്സഭാ സ്ഥാനാർത്ഥി ചർച്ചകൾക്ക് നാളെ തുടക്കമാകും. നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന സിപിഐ സിപിഎം സംസ്ഥാന നേതൃയോഗങ്ങളുടെ മുഖ്യ അജണ്ട സ്ഥാനാർത്ഥി നിർണയമാണ്. സിപിഎം 16 സീറ്റുകളിലും സിപിഐ 4 സീറ്റുകളിലും മത്സരിക്കും. കൊല്ലം സീറ്റിനു വേണ്ടി ആർഎസ്പി അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും പരിഗണിക്കാൻ സാധ്യതയില്ല. സിപിഎം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ഔപചാരിക ചർച്ച തുടങ്ങും. ജില്ലാ കമ്മിറ്റികൾ നൽകിയ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് സംസ്ഥാന കമ്മിറ്റിയാകും അവസാന തീരുമാനമെടുക്കുക. കാസർഗോഡ്, പാലക്കാട്, ആലത്തൂർ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ സിറ്റിംഗ് എംപിമാർ വീണ്ടും മത്സരിച്ചേക്കും. അതേസമയം കാസർഗോഡ് പുതിയ സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യമുയർന്നിട്ടുണ്ട്. കണ്ണൂരിൽ കെ ശൈലജ, എൻ ഷംസീർ എന്നിവരും വടകരയിൽ എം.വി. ഗോവിന്ദനും പരിഗണനയിലുണ്ട്. കോഴിക്കോട് ടി.കെ. ഹംസ, എ. വിജയരാഘവൻ, മലപ്പുറത്ത് ടി.കെ. ഹംസ, പി.കെ. സൈനബ, ചാലക്കുടിയിൽ യു.പി. ജോസഫ്, എം.എം. മോനായി എന്നിവരും ആലോചനയിലുണ്ട്. എറണാകുളത്തും ആലപ്പുഴയിലും സെബാസ്റ്റ്യൻ പോളിനെ പരിഗണിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ സി.എസ്. സുജാതയുടെയും ചന്ദ്രബാബുവിന്റെയും പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. പൊന്നാനിയിലും ഇടുക്കിയിലും പൊതുസ്വതന്ത്രന്മാരെ മത്സരിപ്പിക്കാനും ആലോചനയുണ്ട്. കോട്ടയത്ത് റജി സക്കറിയ, കെ തോമസ്, പത്തനംതിട്ടയിൽ സുജാ സുസൻ ജോർജ്, അനന്തഗോപൻ എന്നിവരെയും പരിഗണിക്കും. കൊല്ലത്ത് പി.ബി. അംഗമായി എം.എ. ബേബി മത്സരിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാണ്. എന്നാൽ പി.ബി. അംഗങ്ങളെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കേണ്ടി വരും. തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് സീറ്റുകളിലാണ് സിപിഐ മത്സരിക്കുന്നത്. വിജയസാധ്യതയുള്ള സീറ്റായതിനാൽ തിരുവനന്തപുരത്ത് മുതിർന്ന നേതാക്കളായ പന്നിൻ രവീന്ദ്രൻ, സി ദിവാകരൻ, പി രാമചന്ദ്രൻ നായർ എന്നിവരിലാരെയെങ്കിലും മത്സരിപ്പിക്കണമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം. എന്നാൽ ഇതിൽ രാമചന്ദ്രൻ നായരുടെ പേര് മാത്രമേ പരിഗണിക്കാനിടയുള്ളൂ. വിജയസാധ്യതയുള്ള സ്വതന്ത്രൻ എന്ന നിലയിൽ ബെനറ്റ് എബ്രഹാമിന്റെ പേര് സജീവ പരിഗണനയിലുണ്ട്. മാവേലിക്കരയിൽ ചെങ്ങറ സുരേന്ദ്രൻ, സി എ അരുൺകുമാർ എന്നിവരെയും, തൃശൂരിൽ CN ജയദേവൻ, കെ.പി. രാജേന്ദ്രൻ, വയനാട്ടിൽ ജോസ് ബേബി, സത്യൻ മൊകേരി എന്നിവരെയും പരിഗണിക്കുന്നു. ഈ ആഴ്ച തന്നെ ചേരുന്ന LDF യോഗത്തോടെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയാകുമെന്നാണ് കരുതുന്നത്. മീഡിയ 1 തിരുവനന്തപുരം. കേരള കോൺഗ്രസ് എമ്മുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ നാളെ നടക്കും. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട്, ഇടുക്കി സീറ്റ് എന്നീ വിഷയങ്ങളിൽ കേരള കോൺഗ്രസ് എം ഉറച്ചുനിൽക്കുന്ന സാഹചര്യത്തിൽ നാളത്തെ ചർച്ചകൾക്ക് പ്രാധാന്യമേറും. കെപിസിസി സർക്കാർ ഏകോപന സമിതിയും നാളെ ചേരും. മുസ്ലിം ലീഗുമായും സോഷ്യലിസ്റ്റ് ജനതയുമായും സീറ്റ് ചർച്ചകൾ നടന്നതിന്റെ തുടർച്ചയായാണ് കേരള കോൺഗ്രസ് എമ്മുമായുള്ള ചർച്ചകൾ നടക്കുന്നത്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരായ പ്രചരണങ്ങളുടെ സാഹചര്യം സീറ്റ് ആവശ്യപ്പെടാനുള്ള സമ്മർദ്ദമായി കേരള കോൺഗ്രസ് എം ഉപയോഗിക്കുന്നുണ്ട്. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച ഓഫീസ് മെമ്മോറണ്ടം റദ്ദാക്കിയില്ലെങ്കിൽ MLA രാജിവെക്കുമെന്ന ഭീഷണി കേരള കോൺഗ്രസ് എം മുഴക്കിയിട്ടുണ്ട്. ഇടുക്കി സീറ്റിന്റെ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുള്ളവരും കസ്തൂരിരംഗൻ വിഷയത്തിൽ ഏകാഭിപ്രായക്കാരാണ്. ഇടുക്കി സീറ്റിൽ ഇടതു പിന്തുണയോടെ മത്സരിക്കുന്നതിന് ഫ്രാൻസിസ് ജോർജ് ശ്രമിക്കുന്നതായ സൂചനകളുമുണ്ട്. ഈ സാഹചര്യത്തിൽ UDF നേതൃത്വത്തിന് മുമ്പത്തെ പോലെ കാര്യങ്ങൾ എളുപ്പമാവില്ല. സിറ്റിംഗ് സീറ്റായതിനാൽ ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് പ്രധാനമെന്ന നിലപാടായിരിക്കും ഈ യോഗത്തിലും കോൺഗ്രസ് സ്വീകരിക്കുക. അതിനാൽ തന്നെ അന്തിമധാരണ യോഗത്തിലുണ്ടാവാൻ സാധ്യതയില്ല. രാത്രി 8-നാണ് യോഗം നടക്കുക. വടകര സീറ്റിനായി സോഷ്യലിസ്റ്റ് ജനത ശാഠ്യം പിടിക്കുന്നതും UDFനെ അലട്ടുന്നുണ്ട്. സ്റ്റാറ്റസ് കോ മാറിയാൽ മുസ്ലിം ലീഗും അധിക സീറ്റിനുള്ള അവകാശവാദം കടുപ്പിക്കും. അതേസമയം ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ KPCC സർക്കാർ ഏകോപന സമിതിയും ചേരും. ഉഭയകക്ഷി ചർച്ചകളിലടക്കം കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകൾ യോഗത്തിൽ ചർച്ചയ്ക്ക് വരും. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും ഉടൻ യോഗം ചേരും. മീഡിയ 1 തിരുവനന്തപുരം. ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സവർണ ജാതീയതയുടെ കൂടാരമാണെന്ന് സിപിഎം നേതാവായിരുന്ന അബ്ദുൾ റസാഖ് മുല്ല. ഉൾപാർട്ടി ജനാധിപത്യം 10 മിനിറ്റ് നേരത്തേക്ക് മാത്രമാണ് ഉണ്ടാവുക. കീഴ്ഘടകങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പാർട്ടി സെക്രട്ടേറിയറ്റിനെ നിയന്ത്രിക്കുന്ന സവർണ ലോബി നേതാക്കളുടെ നിലപാടുകൾ മാത്രമാണെന്നും മുല്ല കുറ്റപ്പെടുത്തി. Democracy for 10 minutes. You will allow me to speak 10 minutes? After that, what the secretary will decide and the secretary will reply,
that is final. After that, our duty is to raise the hand. മതപരമായ കാര്യങ്ങളിൽ പാർട്ടിക്ക് ഇരട്ടത്താപ്പുണ്ട്. താൻ ഹജ്ജ് ചെയ്തതിനെ CPM എതിർത്തു. പക്ഷേ ബംഗാളിൽ മിക്ക പാർട്ടി അംഗങ്ങളും മതവിശ്വാസികളാണ്. പാർട്ടിയുടെ മുൻ ജനറൽ സെക്രട്ടറി തന്നെ മതചിഹ്നങ്ങൾ വെച്ചു പുലർത്തി ജീവിച്ചയാളാണെന്ന് ചൂണ്ടിക്കാട്ടിയത് ബംഗാൾ ഘടകത്തിന് ഉൾക്കൊള്ളാനായില്ലെന്നും മുല്ല ആരോപിച്ചു. That the general secretary of the Communist Party of India, Marxist, is a Sikh wearing the turban, the beard, the bala in the hand, and one kirpan in the West. So why, if he is Sikh identity, taking identity, became the general secretary of the Communist Party of India, Marxist, I have a small pride why I will not be a religious one, why I will not a horse. പിന്നാക്കക്കാരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ബംഗാളിലെ സവർണ ലോബി എതിരായിരുന്നുവെന്ന് മുല്ല കുറ്റപ്പെടുത്തി. കേരളത്തിൽ അതായിരുന്നില്ല ചിത്രം. ബ്രാഹ്മണരിലെ ഏറ്റവും ഉയർന്ന വിഭാഗമായിരുന്നു നമ്പൂതിരിപ്പാടുമാർ. പക്ഷേ കേരളത്തിൽ നിന്നും താഴ്ന്ന ജാതിയിൽപ്പെട്ട അച്യുതാനന്ദനെ ഉയർത്തിക്കൊണ്ടുവരാൻ EMSന് കഴിഞ്ഞു. Being the highest Brahmin in India, Namundiri Brahman, he worked with the Jol Ochol. Jol Ochol, do you understand Jol Ochol? Some untouchable. He worked with the untouchable and he create Achyutanandan. But Bengal did not produce one Achyutanandan. ജനവികാരം തിരിച്ചറിയുന്നതിൽ പാർട്ടിക്ക് തടസ്സമായത് നേതൃനിരയിലെ പ്രാതിനിധ്യമില്ലായ്മയാണ്. ഇന്തോനേഷ്യയിലെ സെനിംഗ് ഗ്രൂപ്പിന്റെ കച്ചവട താൽപര്യങ്ങൾ നന്ദിഗ്രാമിലെ കർഷകരുടെ താൽപര്യത്തെക്കാളും പാർട്ടിക്ക് വലുതായി. വ്യവസായവൽക്കരണത്തിന് വേണ്ടി ബഹളം കൂട്ടിയ നഗരവാസികളും കുത്തകളും പക്ഷേ CPMനെ ബംഗാളിൽ ജയിപ്പിച്ചില്ലെന്നും മുല്ല പറഞ്ഞു. റഷീദുദ്ദീൻ, മീഡിയ 1, ന്യൂഡൽഹി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ കണ്ണൂരിൽ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി. KPCC പ്രസിഡന്റ് VM സുധീരൻ നേരിട്ടെത്തിയതോടെയാണ് കോൺഗ്രസിന്റെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായത്. മുസ്ലിം ലീഗും BJPയും അവരുടെ ജില്ലാ കൺവെൻഷനുകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളിലാണ് CPM ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. KPCC പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഒരുമിച്ചെത്തിച്ചാണ് കണ്ണൂരിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കണ്ണൂരിൽ K. സുധാകരനും വടകരയിൽ മുല്ലപ്പള്ളി രാമേന്ദ്രനും ഒരു വട്ടം കൂടി തുടരുമെന്ന് പറയാതെ പറഞ്ഞായിരുന്നു സുധീരൻ വേദി വിട്ടത്. വടകരയിൽ മുല്ലപ്പള്ളിയെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ടതായിട്ടില്ല. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ പ്രതിനിധീകരിക്കുന്ന കണ്ണൂർ, മുല്ലപ്പള്ളി നയിക്കുന്ന വടകര, പിന്നെ നമുക്ക് 2 നിയോജകമണ്ഡലമാണ് കാസർഗോഡിൽ പെട്ടുപോയത്. അവിടുത്തെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ കാസർഗോഡിന്റെ കാര്യം ഉറപ്പ് എന്ന് എടുത്തു പറയാൻ സാധിക്കും. സ്ഥാനാർത്ഥിത്വം ഉറപ്പായതോടെ സുധാകരൻ മണ്ഡലത്തിൽ വ്യക്തിപരമായ പ്രചാരണത്തിനും തുടക്കമിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്റെ വിശ്വസ്തരുമായും ചില സമുദായ നേതാക്കളുമായും സുധാകരൻ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ക്ഷണിതാവല്ലാതിരുന്നിട്ടും കഴിഞ്ഞ ദിവസം നടന്ന മുസ്ലിം ലീഗ് ജില്ലാ ജാഥയുടെ സമാപന ചടങ്ങിൽ സുധാകരൻ പങ്കെടുത്തതും ഇതിന്റെ ഭാഗമാണ്. BJP ജില്ലാ കൺവെൻഷനും ഇന്നലെ കണ്ണൂരിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ അടക്കമുള്ളവരെ പങ്കെടുപ്പിച്ചായിരുന്നു കൺവെൻഷൻ. പഴയ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ പാർട്ടി വിടുകയും വിമതശല്യം രൂക്ഷമാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് BJP ജില്ലാ നേതൃത്വത്തിനും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വർദ്ധിപ്പിക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. 6-7 തീയതികളിൽ നടക്കുന്ന CPM സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷമേ ഇടത് സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ. അതുകൊണ്ട് തന്നെ ബ്രാഞ്ച് ലോക്കൽ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളിലാണ് CPM ഇപ്പോൾ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ. കസ്തൂരിരംഗൻ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പിൽ കത്തിക്കയറുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. എന്നാൽ കാർഷിക മേഖലയായ വയനാട്ടിൽ ഇതുണ്ടാവില്ലെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ വാദം. വയനാട് മണ്ഡലത്തിൽ കർഷകരുടെ നിലപാടാണ് നിർണായകമാവുക. അതിനാൽ തന്നെ കർഷകർക്ക് പ്രതികൂലമാണെന്ന് പറയുന്ന കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കും. നടപ്പിലാക്കുന്ന UPAക്ക് എതിരായിരിക്കും ഫലമെന്നാണ് LDF കരുതുന്നത്. എന്നാൽ കർഷകർക്ക് ഗുണകരമാണ് റിപ്പോർട്ടിലെ ശുപാർശകളെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ അത്രയും ഗുരുതരമായ ഒരു അവസ്ഥാവിശേഷമില്ലാഞ്ഞിട്ടും മലയോര പ്രദേശങ്ങളിൽ വലിയ ആശങ്കകൾ ഉണ്ട് എന്ന് വരുത്തി വെക്കുന്നതിൽ അത്തരത്തിലുള്ളതായ ഗൂഢശക്തികൾ വിജയിച്ചിട്ടുമുണ്ട്. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ നടത്തിയ സമരങ്ങൾ വയനാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. മറ്റിടങ്ങളിൽ നിരവധി അക്രമങ്ങൾ വരെ നടന്നു. വയനാട്ടിലെ ജനങ്ങൾ റിപ്പോർട്ടിലെ ശുപാർശകൾ കർഷകർക്ക് ഗുണകരമാണെന്ന് മനസ്സിലാക്കിയതിനാലാണിത്. കർഷകരെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്ന ശുപാർശകളാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളതെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. മനീഷ് മൂർത്തി, മീഡിയ 1, വയനാട്. SDPI ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലും പാർട്ടി നേതാക്കളാണ് മത്സരിക്കുന്നത്. വിശപ്പ് രഹിത ഇന്ത്യ, നിർഭയ ഇന്ത്യ എന്നീ മുദ്രാവാക്യമുയർത്തിയാണ് സംഘടന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9 സംസ്ഥാനങ്ങളിൽ SDPI മത്സരരംഗത്തുണ്ടാവും. ദേശീയ സെക്രട്ടറി മെഹബൂബ് ആവാദ് ഷെരീഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. It's going to be Karnataka, where we will be contesting 5 seats. Tamil Nadu also 5. Andhra Pradesh 2. Then going towards the north, Madhya Pradesh will be contesting in one place from Bhopal. Delhi will be contesting one place. Uttar Pradesh 2 constituencies. Bihar 2 and West Bengal 5. Altogether we will be contesting in 42 constituencies of whole of India. സംസ്ഥാനത്തെ 20 സീറ്റിലും മത്സരിക്കുന്നുണ്ടെങ്കിലും മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിലാണ് പ്രവർത്തനം കേന്ദ്രീകരിക്കുക. സംസ്ഥാന ജനറൽ സെക്രട്ടറി നാസറുദ്ദീൻ എളമരം മലപ്പുറത്തും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VT ഇക്രാമുൽ ഹക്ക് പൊന്നാനിയിലും മത്സരിക്കും. വടകരയിൽ ദേശീയ പ്രവർത്തക സമിതി അംഗം P അബ്ദുൽ ഹമീദാണ് മത്സരരംഗത്തുള്ളത്. തൃശൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന KP സുഫൈറ മാത്രമാണ് സ്ഥാനാർത്ഥി പട്ടികയിലെ ഏക വനിതാ പ്രാതിനിധ്യം. മീഡിയ 1 കോഴിക്കോട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കന്നി അംഗത്തിന് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയും. കേരളത്തിൽ 3 മണ്ഡലങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇതര മണ്ഡലങ്ങളിൽ ജനകീയ സമര സംഘടനകളുമായി ചേർന്ന് മുന്നണിയായി മത്സരിക്കാനുള്ള ശ്രമത്തിലാണ് സംഘടന. സാമ്രാജ്യത്വ ഫാഷിസ്റ്റ് വിരുദ്ധ ബദൽ ജനപക്ഷ രാഷ്ട്രീയമെന്നതാണ് തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി ഉയർത്തിപ്പിടിക്കുക. കേരളത്തിൽ സർക്കാരുകളുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും ജനദ്രോഹ നടപടികൾക്കുമെതിരായ പ്രചാരണമായിരിക്കും പാർട്ടി നടത്തുക. ഈ സന്ദർഭത്തിൽ നിലവിലുള്ള 2 മുന്നണികളും ജനദ്രോഹ നിലപാടുകളിലും പരിസ്ഥിതി വിരുദ്ധ നിലപാടുകളിലും നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരായ നിലപാടുകളിലും ഒന്നിച്ച് ഒറ്റക്കെട്ടാണ് എന്ന സത്യം വെട്ടിത്തുറന്ന് ജനങ്ങളോട് പറയുകയും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയത്തെയാണ് വെൽഫെയർ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത്. ചാലക്കുടിയിൽ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി K അംബുജാക്ഷനും മലപ്പുറത്ത് സംസ്ഥാന ട്രഷറർ പ്രൊഫസർ P ഇസ്മായിലും ആറ്റിങ്ങലിൽ സംസ്ഥാന സമിതി അംഗം പ്രിയാസുനിലുമാണ് സ്ഥാനാർത്ഥികൾ. ഇതര മണ്ഡലങ്ങളിൽ LDFനെയോ UDFനെയോ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല. 6 മണ്ഡലങ്ങളിൽ RMP, ആം ആദ്മി പാർട്ടി, SUCI തുടങ്ങിയ സംഘടനകളുമായി സഹകരിച്ച് മത്സരിക്കാനും സംഘടന ആലോചിക്കുന്നു. RMP പോലെയുള്ള, SUCI പോലെയുള്ള, അതേപോലെ തന്നെ AAP പോലെയുള്ള പാർട്ടികൾ, അതേപോലെ തന്നെ കേരളത്തിൽ വ്യത്യസ്തമായ സമരഭൂമിയിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമര സംഘടനകൾ, ഇങ്ങനെയുള്ള സമര സംഘടനകൾ, നവസാമൂഹിക പ്രസ്ഥാനങ്ങൾ, ന്യൂ ജനറേഷൻ പാർട്ടികൾ, ഇവരുടെയൊക്കെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി വെൽഫെയർ പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരമൊരു കൂട്ടായ്മ കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. 2010 ദേശീയ തലത്തിൽ സംഘടന രൂപീകരിക്കപ്പെട്ടെങ്കിലും സജീവ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഇതാദ്യമാണ്. വിവിധ മണ്ഡലങ്ങളിൽ സജീവമായ ജനകീയ സമരങ്ങളുടെ നേതാക്കളും വെൽഫെയർ പാർട്ടിയുമായി സഹകരിക്കാനുള്ള സാധ്യതയുണ്ട്. നജാത്തുള്ള, മീഡിയ 1 കോഴിക്കോട്. പോളിംഗ് ബൂത്തിൽ ഇടവേള. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പ് ചെലവ് 3500 കോടി രൂപയാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക്. 2009 അപേക്ഷിച്ച് 150% വർധന. സുരക്ഷാ ക്രമീകരണങ്ങൾക്കുള്ള ചെലവ് ഇതിന് പുറമെയാണ്. പൊതുതെരഞ്ഞെടുപ്പിന്റെ ചെറിയ കാലയളവിൽ ആയിരക്കണക്കിന് കോടി രൂപ പൊതുവിപണിയിലേക്കെത്തും. രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണത്തിനും മറ്റുമായി ചെലവഴിക്കുന്ന തുകയാണിത്. അതുകൊണ്ട് തന്നെ പൊതുതെരഞ്ഞെടുപ്പ് ഒരു സാമ്പത്തിക ഉത്തേജക പദ്ധതി കൂടിയാണെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്താറുണ്ട്. ഈ ചെലവിന് പുറമെയാണ് നടത്തിപ്പ് ചെലവ്. 2009 1400 കോടി രൂപയാണ് തെരഞ്ഞെടുപ്പിനായി കമ്മീഷൻ ചെലവഴിച്ചത്. കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ വിലക്കയറ്റമാണ് ഇക്കുറി ചെലവ് കുത്തനെ കൂടാനുള്ള പ്രധാന കാരണം. കൂടുതൽ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലെത്തിക്കാനുള്ള പ്രചാരണ പരിപാടികൾ, വോട്ടർ പട്ടിക ഡിജിറ്റലൈസ് ചെയ്യാനുള്ള പ്രവൃത്തി എന്നിവയ്ക്കാണ് ചെലവ് വർദ്ധിപ്പിക്കുന്നത്. പ്രചാരണത്തിന്റെ ദൃശ്യങ്ങൾ എടുക്കാൻ നിയോഗിക്കപ്പെടുന്നവർക്ക് നൽകുന്ന പ്രതിഫലമാണ് മറ്റൊരു വലിയ ചെലവ്. തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർക്കുള്ള പ്രതിഫലവും ഇവരുടെ പരിശീലനത്തിന് വേണ്ടി വരുന്ന ചെലവും ബജറ്റ് വർദ്ധിപ്പിക്കുന്നു. 1952 നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിന് 10.45 കോടിയായിരുന്നു ചെലവ്. 1980 ആയപ്പോഴത് 54 കോടിയായി. 1989 തെരഞ്ഞെടുപ്പിന് വേണ്ടി വന്നത് 154 കോടി. പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ചെലവ് ശരാശരി 50% വർദ്ധിച്ചു. തെരഞ്ഞെടുപ്പിനായി ധനമന്ത്രി P ചിദംബരം ഇടക്കാല ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് 370.38 കോടി രൂപ മാത്രമാണ്. അധികം വേണ്ടിവരുന്ന പണം കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭ്യമാക്കും. ഇലക്ഷൻ ഡെസ്ക്, മീഡിയ 1. തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ചൂടുപിടിക്കുമ്പോൾ ഇതിലെ സ്ത്രീ പങ്കാളിത്തം എത്രത്തോളം എന്നത് ഒരു ചോദ്യമാണ്.
പുരുഷന്മാരുടെ പാർലമെന്ററി വ്യാമോഹം കാരണം പാർലമെന്റിന്റെ ഇരുസഭകളിലും സംസ്ഥാനത്തു നിന്നുള്ള വനിതാ പ്രാതിനിധ്യം കുറയുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരവും സംസ്ഥാനത്ത് സ്ത്രീ വോട്ടർമാർക്കാണ് ഭൂരിപക്ഷം. പക്ഷേ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലും വനിതകളെ പാർലമെന്റിലേക്ക് അയക്കുന്നതിലും ഈ ഭൂരിപക്ഷമൊന്നും വലിയ സ്വാധീനം ചെലുത്താറില്ല. സംസ്ഥാനത്തുനിന്ന് ഇതുവരെ 5 വനിതകൾ മാത്രമാണ് ലോക്സഭയിലെത്തിയത്. രാജ്യസഭാംഗമായത് ഒരു സ്ത്രീ മാത്രം. ലോക്സഭാംഗമായ 5 വനിതകളിൽ 4 പേരും CPM പ്രതിനിധികളായിരുന്നു. പ്രതിപക്ഷം സഹകരിക്കാത്തതിനാൽ വനിതാ സംവരണ ബിൽ പാസാക്കാനായില്ലെന്ന് വിലപിക്കുന്ന കോൺഗ്രസിന്റെ ടിക്കറ്റിൽ ലോക്സഭയിലെത്താൻ ഭാഗ്യം ലഭിച്ചത് ഒരേയൊരു വനിതയ്ക്കു മാത്രം. മുകുന്ദപുരം മണ്ഡലത്തിൽ നിന്ന് 3 തവണ ലോക്സഭയിലെത്തിയ സാവിത്രി ലക്ഷ്മണനാണ് ഏക കോൺഗ്രസ് പ്രതിനിധി. AKGയുടെ ഭാര്യ സുശീല ഗോപാലൻ 1980-ൽ ആലപ്പുഴ മണ്ഡലത്തെയും 91-ൽ ചിറയൻകീഴിനെയും പ്രതിനിധീകരിച്ചു. പ്രൊഫസർ AK പ്രേമജം 1998-ലും 99-ലും വടകരയിൽ നിന്ന് ലോക്സഭയിലെത്തി. 2004-ൽ വടകരയിൽ നിന്ന് അഡ്വക്കേറ്റ് P സതീദേവിയും മാവേലിക്കരയിൽ നിന്ന് CS സുജാതയും ലോക്സഭാംഗങ്ങളായി. ഡോക്ടർ TN സീമയാണ് കേരളത്തിൽ നിന്ന് രാജ്യസഭയിലെത്താൻ ഭാഗ്യം ലഭിച്ച ഒരേയൊരു വനിത. 1977, 96, 2009 എന്നീ വർഷങ്ങളിൽ ലോക്സഭയിൽ സംസ്ഥാനത്തുനിന്ന് സ്ത്രീ സാന്നിധ്യമുണ്ടായില്ല. ഇലക്ഷൻ ഡെസ്ക് മീഡിയ 1. ഇനി തെരഞ്ഞെടുപ്പിന്റെ ചരിത്ര പഥങ്ങളിലേക്ക്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ തീരാനഷ്ടങ്ങളാണ് ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും മരണം. ഇന്ദിരാഗാന്ധിയെ സ്വന്തം അംഗരക്ഷകർ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. 1991-ലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് രാജീവ് ഗാന്ധി ശ്രീപെരുമ്പത്തൂരിൽ കൊല്ലപ്പെട്ടത്. ഈ 2 രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് ഇന്ന് ആൽബത്തിൽ. പ്രധാനമന്ത്രി എന്ന നിലയിൽ അധികാര കേന്ദ്രീകരണത്തിന്റെയും കർക്കശമായ പെരുമാറ്റത്തിന്റെയും പ്രതീകമായിരുന്നു ഇന്ദിര. 1971-ലെ അടിയന്തരാവസ്ഥയും പഞ്ചാബിലെ ഖലിസ്ഥാൻ പ്രക്ഷോഭവും അതിന്റെ അടിച്ചമർത്തലുകളും ഇന്ദിരയുടെ ഭരണകാലത്തെ പ്രധാന സംഭവങ്ങളായിരുന്നു. പഞ്ചാബിലെ കലാപങ്ങളെ അടിച്ചമർത്താൻ ഇന്ദിര സൈന്യത്തോട് സുവർണക്ഷേത്രത്തിനുള്ളിൽ കടന്ന് കലാപകാരികളെ അമർച്ച ചെയ്യാൻ ഉത്തരവിട്ടു. സിഖ് വിശ്വാസികളുടെ പരിപാവന ക്ഷേത്രത്തിൽ സൈന്യം കടക്കുകയും ക്ഷേത്രത്തിന്റെ ചില ഭാഗങ്ങൾ തകർക്കുകയും ചെയ്തു. ഈ സൈനിക നീക്കത്തിലും തുടർന്നുണ്ടായ കലാപങ്ങളിലും 20,000-ഓളം നിരപരാധികളായ സിഖ് പൗരന്മാർ കൊല്ലപ്പെട്ടു. 1984-ലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന ഈ സംഭവമാണ് ഇന്ദിരയുടെ കൊലപാതകത്തിൽ കലാശിച്ചത്. സിഖുകാരായ അംഗരക്ഷകരുടെ വെടിയേറ്റ് 1984 ഒക്ടോബർ 31-ന് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു. കൊലയാളികളിൽ ഒരാളെ സംഭവസ്ഥലത്തുവെച്ച് വെടിവെച്ച് കൊന്നു. മറ്റ് 2 പേരെ 1989-ൽ തൂക്കിലേറ്റി. ഇന്ദിരയുടെ കൊലപാതകം രാജ്യത്താകെ സിഖ് വിരുദ്ധ വികാരം ആളിക്കത്തിച്ചു. തുടർന്നുണ്ടായ കലാപങ്ങളിൽ ആയിരക്കണക്കിന് സിഖുകാർ കൊല്ലപ്പെടുകയും നിരവധി പേർ ഭവനരഹിതരാവുകയും ചെയ്തു. ഈ കലാപങ്ങളെപ്പറ്റി പഠിക്കുവാൻ അവസാനം നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് നാനാവതി കമ്മീഷന്റെ റിപ്പോർട്ട് 21 വർഷങ്ങൾക്ക് ശേഷം 2005-ലാണ് രാജ്യത്തിന് സമർപ്പിച്ചത്. സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ കോൺഗ്രസ് നേതൃത്വം രാജീവ് ഗാന്ധിയെ പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കാൻ നിർബന്ധിച്ചു. നെഹ്റു കുടുംബാംഗം എന്നതിലുപരി രാജീവ് ഗാന്ധിയുടെ വ്യക്തിത്വം ഈ തെരഞ്ഞെടുപ്പിന് പിന്നിലുണ്ടായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും മികച്ച ഭൂരിപക്ഷത്തോടെയാണ് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചത്. അയൽ രാജ്യങ്ങളായ മാലിദ്വീപിലും ശ്രീലങ്കയിലുമുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇന്ത്യ സൈനികമായി ഇടപെട്ടത് രാജീവിന്റെ നേതൃത്വത്തിലാണ്. ഇതുതന്നെയാണ് അദ്ദേഹത്തിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതും. ശ്രീലങ്കയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തമിഴരെ കൊന്നൊടുക്കാൻ രാജീവ് ഗാന്ധി കൂട്ടുനിന്നു എന്ന ധാരണ രാജീവ് ഗാന്ധിയെ LTTEയുടെ ശത്രുവാക്കി. തൊണ്ണൂറ്റിയൊന്നിലെ പൊതുതെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് LTTE തീവ്രവാദികളാൽ രാജീവ് വധിക്കപ്പെട്ടു. LTTE അംഗമായ തേൻമൊഴി ഗായത്രി രാജരത്നം എന്ന ധനുവാണ് ചാവേറായി രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തിയത്. ശിവരശൻ എന്ന LTTE നേതാവ് ഈ കൊലപാതകത്തിന്റെ സൂത്രധാരനായിരുന്നു. പ്രസംഗവേദിക്കരികിലുള്ള ഇന്ദിരാഗാന്ധിയുടെ പ്രതിമയിൽ മാലയണിയിച്ച ശേഷം ചുവപ്പു പരവതാനിയിട്ട വഴിയിലൂടെ വേദിക്കരികിലേക്ക് നടക്കുന്ന വഴിയാണ് തനു ചാവേറായി പൊട്ടിത്തെറിച്ചത്. രാജീവ് ഗാന്ധി സ്ഥിരമായി ധരിക്കാറുണ്ടായിരുന്ന ലോട്ടോ എന്ന ചെരുപ്പാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം പെട്ടെന്ന് തിരിച്ചറിയാൻ സഹായിച്ചത്.
കേസിൽ പ്രതികളായ 26 പേർക്കും വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു. പിന്നീട് 22 പേരുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കി. നളിനി, മുരുകൻ, പേരറിവാളൻ, ശാന്തൻ എന്നിവരുടെ വധശിക്ഷ ശരിവെച്ചു. ഇതിൽ നളിനിയുടെ വധശിക്ഷ പിന്നീട് ജീവപര്യന്തമാക്കി ഇളവ് ചെയ്തു. സോണിയാഗാന്ധിയുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു ഇത്. മുരുകനും ശാന്തനും പേരറിവാളനും നൽകിയ ദയാഹർജിക്ക് 2010 തീരുമാനമുണ്ടായത്. ദയാഹർജി തള്ളി. എന്നാൽ ദയാഹർജിയിൽ തീരുമാനമെടുക്കാനുണ്ടായ കാലതാമസം ചൂണ്ടിക്കാട്ടി 2014 ഫെബ്രുവരി 18 മൂവരുടെയും വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കി. വർഷങ്ങൾക്കിപ്പുറവും ഇരുവരുടെയും മരണം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത ഏടായി അവശേഷിക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പിന്റെ ഗതകാല സ്മരണയിൽ. മുതിർന്ന മാധ്യമപ്രവർത്തകനായ KP കുഞ്ഞിമൂസയുടെ തെരഞ്ഞെടുപ്പ് ഓർമ്മകളാണ് തെരഞ്ഞെടുപ്പ് ചിരിയും ചിന്തയും എന്ന പുസ്തകം. CH മുഹമ്മദ് കോയ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ട ഫലിതങ്ങളാണ് പുസ്തകത്തിലുള്ളത്. ചന്ദ്രികയിലും ലീഗ് ടൈംസിലുമായി ഏറെക്കാലം മാധ്യമപ്രവർത്തനം നടത്തിയ ശേഷം വിശ്രമ ജീവിതത്തിലാണ് ഇപ്പോൾ കുഞ്ഞിമൂസ അവസാനം എഴുതിയ പുസ്തകമാണ് തെരഞ്ഞെടുപ്പ് ചിരിയും ചിന്തയും. എല്ലാ വോട്ടർമാരെ ചിരിപ്പിച്ചുകൊണ്ട് വോട്ട് നേടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ പനമ്പള്ളി ഗോവിന്ദനെ ഒരു തവണ തോറ്റു. എന്താ തോക്കാനുള്ള കാരണമെന്ന് പനമ്പള്ളി പറഞ്ഞു, എതിർ സ്ഥാനാർത്ഥിക്ക് എന്നേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ തോറ്റത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ലോനപ്പൻ നമ്പാടനുണ്ടായ ഒരു അനുഭവം കുഞ്ഞിമൂസ തന്നെ പറയട്ടെ. ഇപ്പോൾ ഒരു തവണ ലോനപ്പൻ നമ്പാടൻ കൈ ഒടിഞ്ഞ് കാലൊടിഞ്ഞ് ഇങ്ങനെ കിടക്കുക. അപ്പോഴാണല്ലോ ലോനപ്പൻ നമ്പാടോട് പറഞ്ഞത്, നിങ്ങളൊന്നും ഭയപ്പെടേണ്ട, ഞങ്ങളേറ്റ് നിങ്ങളുടെ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കി വെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി രചിച്ച പാട്ടുകളെക്കുറിച്ചും കുഞ്ഞിമൂസയ്ക്ക് ചില അനുഭവങ്ങളുണ്ട്. കാതറുട്ടി സാഹിബിനെതിരായിട്ട് മറ്റവർ കെട്ടിയിട്ടുള്ള പാട്ടാണിത്. ധനികനെങ്കിലും മാന്യനെങ്കിലും അർഹനല്ല കാതറുകൂട്ടി വോട്ട് നേടുവാൻ. ധനികനെങ്കിലും മാന്യനെങ്കിലും അർഹനല്ല വോട്ട് നേടാന്നാണ് പറഞ്ഞ്. വോട്ട് ചെയ്യുവിൻ KK പോക്കർ വക്കീലിന് വോട്ട് നൽകുവിൻ. ഇത് ചൂടുപിടിച്ചിട്ടാണ് SK പൊറ്റക്കാട് മത്സരിച്ചപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് മാപ്പിളപ്പാട്ട് രംഗത്തിറക്കി. യാതൊരു വോട്ടും ഒഴിയരുതേ, പുഷ്പക്കള്ളിയിലല്ലാതെ ചെയ്യരുതേ, കോൺഗ്രസ് ഇവിടെ ജയിക്കൂല, കെട്ടിവെച്ച പണം പോലും കിട്ടൂല. ഇത് പൊറ്റക്കാട് കേട്ടു. അവിടുന്ന് പൊറ്റക്കാട് ഇറങ്ങി വന്നു, കറുത്ത ബാഗുമായിട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, രണ്ടാമത്തെ വരി വേണ്ട, കോൺഗ്രസ് ഇവിടെ ജയിക്കൂല, കെട്ടിവെച്ച പണം കിട്ടൂല എന്നുള്ള വരികൾ വേണ്ട, ആദ്യത്തെ വരി മാത്രം മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പാർട്ടിയെയോ മറ്റേ എതിർ സ്ഥാനാർത്ഥിയെയോ തള്ളിപ്പറയുന്ന ഒരു പതിവ് അന്നുണ്ടായിരുന്നില്ല. കുഞ്ഞിമൂസ പറഞ്ഞതും പറയാത്തതുമായ തെരഞ്ഞെടുപ്പ് കാല ചിരിയനുഭവങ്ങൾ 96 പേജുള്ള ഈ പുസ്തകത്തിലുണ്ട്. MK ഷുക്കൂർ, മീഡിയ 1, കോഴിക്കോട്. പോളിംഗ് ബൂത്തിൽ വീണ്ടും ഒരു ഇടവേള. ആത്മീയത വോട്ടാക്കുന്ന പുതിയ കാലത്തെക്കുറിച്ചാണ് സംവിധായകനായ പ്രിയനന്ദന് പറയാനുള്ളത്. പരിഷ്കാരികളെന്നും പ്രബുദ്ധരെന്നും പറയുന്ന മലയാളിക്ക് അന്നും ഇന്നും മാറ്റമില്ലെന്നും പ്രിയൻ പറയുന്നു. തൃശൂരിന്റെ MPമാരിൽ പ്രിയൻ ഇഷ്ടം VV രാഘവനെയാണ്. മതവും ആത്മീയതയും എങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുവെന്നും മാധ്യമങ്ങളെ അവർ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും സമകാലിക സംഭവങ്ങളെ മുൻനിർത്തി മലയാളത്തിലെ പ്രിയ സംവിധായകൻ ഇങ്ങനെ വിലയിരുത്തുന്നു. ആത്മീയതയെ ഏതർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ആയുധമാക്കാം എന്നതിനാണ് ഏറ്റവും കൂടി അതിന് മീഡിയ വളരെ അർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വായനയ്ക്കും പഠനത്തിനുമൊപ്പം അനുഭവ സമ്പത്തേറെയുള്ള പ്രിയൻ തന്റെ കാലത്ത് പ്രചാരണത്തിന് നാടകങ്ങളുടെ സ്വാധീനം ഏറെ ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു. ശുദ്ധ സിനിമയെ സ്വീകരിക്കാത്ത മലയാളികൾ അത്ര ഉദ്ബുദ്ധരല്ലെന്നാണ് പ്രിയനന്ദന്റെ പക്ഷം. അടിയന്തരാവസ്ഥക്കാലത്തെ മലയാളിയുടെ നിലപാട് വ്യക്തമാക്കുന്നത് ഇതുതന്നെയെന്നും പ്രിയൻ പറയുന്നു. അടിയന്തരാവസ്ഥ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഏറ്റവും നിരക്ഷരരായ കക്ഷികൾ പോലും ഒരുപക്ഷെ കോൺഗ്രസിനെ, ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തെ തകർത്തെറിഞ്ഞാണ്, പക്ഷെ കേരളത്തിൽ സ്വീകരിക്കുകയാണ് ചെയ്തത്. ആ ഒരൊറ്റ പോയിന്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളം എങ്ങനെ പ്രബുദ്ധരായ ആളുകളെന്ന് നമുക്ക് പറയാൻ സാധിക്കുമെന്നുള്ളതാണ്.
പുതിയ ചിത്രത്തിന്റെ തിരക്കഥ എഴുതുന്ന പ്രിയനന്ദന് രാഷ്ട്രീയത്തെക്കുറിച്ചും അരാഷ്ട്രീയതയെക്കുറിച്ചും പറയാൻ ഏറെയുണ്ട്. പ്രതിസന്ധികൾ ഏറെയുണ്ടായിട്ടും ജനങ്ങൾക്കിടയിൽ ജീവിച്ച തൃശൂരിന്റെ MP വി രാഘവനെയാണ് പ്രിയന് MP-മാരിൽ ഏറെ ഇഷ്ടം. വി രാഘവനായിരുന്നു. കാരണം അങ്ങനെയായിരുന്നു എന്നതാണ് ഞാൻ ശരിക്കും ആ അർത്ഥത്തിലാണ് ആളെ കണക്കാക്കും. അതുകൊണ്ട് എനിക്ക് വി രാഘവൻ തന്നെയായിരുന്നു എന്നതാണ്. മീഡിയ 1 തൃശൂർ.